ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതിലേക്ക് 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, 1 നുള്ളി ഉപ്പ് ചേർത്തൊന്ന് ഇളക്കുക. എന്നിട്ടിത് നമുക്ക് കുക്കറിൽ 1 വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. ഓക്കെ, റെഡിയല്ലേ? ഇതാ 2 സ്പൂൺ വലിയൊരു തവി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചർ, ഗാർലിക്, അത് പച്ചമുളക് പഴുത്തുമുളകാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത സവാള, 2 സവാള, ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ക്യാരറ്റ് അതൊക്കെ ചേർക്കാം. ഓക്കെ, ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് 2 സ്പൂണ്, സോയാ സോസ് 1 സ്പൂൺ മതി. അപ്പോൾ സോയാ സോസ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അതാണ് ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു ക്യാപ്സിക്കം ചോപ്പ് വെച്ചിട്ടുണ്ട്. ആ ക്യാപ്സിക്കം ഒന്ന് ചേർക്കാം. ക്യാപ്സിക്കത്തിന് പകരം ബ്രോക്കോളി ഉണ്ടെങ്കിൽ നല്ല, ബ്രോക്കോളി വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് ബ്രോക്കോളി കിട്ടിയില്ല, അതുകൊണ്ട് ക്യാപ്സിക്കം ഞാൻ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ ഇതട കിടന്നൊന്ന് വേകട്ടെ, ഒന്നുകൂടെ വേകട്ടെ. നമ്മളിത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ മണം ഒന്ന് വേറെ ഇതിലേക്ക് വെച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ 1 പാക്കറ്റ്, 1 പാത്രം ചോറിട്ട് കൊടുക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ച ചോറാണ്. അത് വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അത് ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് മിക്സ് കൊടുത്താൽ മതി. കുറച്ച് എരി കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഒന്ന് വാരി കൊടുത്താൽ മതി. ഓക്കെ, വാ എങ്ങനെയുണ്ട്? അടിപൊളി. അമ്മയ്ക്ക് കൊടുത്ത് നോക്കാം. അമ്മയ്ക്ക് ണ്ട് കൊള്ളാം. ആരെങ്കിലും കൊടുത്തു നോക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഉണ്ടാക്കട്ടെ. നല്ല ടേസ്റ്റിയായ ഫുഡാണ്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.